തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐ നേതാവിന് കുത്തേറ്റ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. കുമാരപുരം യൂണിറ്റിലെ പ്രവീണിനാണ് ഇന്നലെ കുത്തേറ്റത്. വീടിന് മുന്നിലുള്ള മദ്യപ സംഘത്തെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ആക്രമണം നടത്തിയത്. മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മാനസ, ഇന്നലെ രാത്രിയോടെയായിരുന്നു ഈ ഒരു സംഭവം പുറത്തറിഞ്ഞത്. ഈ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട ഒരാൾ കസ്റ്റഡിയിലായി എന്നാണ് മനസ്സിലാക്കുന്നത്. ആരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്? ഇപ്പോൾ ലഭ്യമാകുന്ന മറ്റു വിവരങ്ങൾ എങ്ങനെ? ആര്യ, കഴിഞ്ഞ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ പ്രവീണിന്റെ വീടിന് മുന്നിൽ ലഹരി ഉപയോഗിച്ച് അസഭ്യം പറയുകയും കുട്ടികളെ അടക്കം മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുട്ടികളെ മർദ്ദിച്ചത് ചോദ്യം ചെയ്തത് ചെറുത്തപ്പോഴാണ് പ്രതി ചന്തു കയ്യിൽ കരുതിയിരുന്ന സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കഴുത്തിനും തലയിലും കുത്തി പരിക്കേൽപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ പ്രവീൺ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പ്രതി ചന്തുവിനെ കൊലപാതക ശ്രമം അടക്കമുള്ള നിരവധി കേസുകളിൽ പ്രതിയും ഒപ്പം തന്നെ ചെന്നിലൂട് പ്രദേശത്ത് കഞ്ചാവും ലഹരി ഉൽപ്പന്നങ്ങളും കച്ചവടം ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ്. കുത്തിയ ശേഷം പ്രതി സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ ഡിവൈഎഫ്ഐ കുമാരപുരം മേഖലാ കമ്മിറ്റി ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഒപ്പം തന്നെ ഉടൻ തന്നെ പ്രതിയെ പിടികൂടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പ്രതിയെ ഈ ഒരു സാഹചര്യത്തിൽ ഉടൻ തന്നെ ഈ മെഡിക്കൽ കോളേജ് പോലീസാണ് പിടികൂടിയത്. കസ്റ്റഡിയിൽ എടുക്കുകയും ഇയാൾക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആര്യ, മാനസ, പ്രവീണിന്റെ ആരോഗ്യനില തൃപ്തികരമാണോ? ഗുരുതരമായി പരിക്കേറ്റ പ്രവീൺ നിലവിൽ ആശുപത്രിയിൽ തുടരുകയാണ്. ഏതായാലും ഡോക്ടർമാരുടെ പരിശോധനയ്ക്കൊക്കെയും വിധേയമായതിനു ശേഷം മാത്രമാണ് ആരോഗ്യനിലയിലെ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരികയുള്ളൂ. ശരി, മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.